തനിയേ തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം ജീവിതം ജീവിതം. നന്ദന വിവാഹ മണ്ഡപത്തിലെത്തുന്നു. അമ്മ വിദ്യാഭാരതിക്ക് ദക്ഷിണ കൊടുക്കുന്ന നന്ദന. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന്റെ പേരിൽ അമ്മയും നന്ദനയും സങ്കടപ്പെടുന്നു. നന്ദനയുടെയും ഉദയവർമ്മയുടെയും വിവാഹം നടക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഹരിയെ മോചിപ്പിക്കുന്ന CI. വിവാഹശേഷം നന്ദനയും ഉദയവർമ്മയും കുന്നത്തൂർ കോവിലകത്തേക്ക്. ഇനി തുടർന്ന് കാണുക. വാങ്ങു നന്ദനെ, വാങ്ങിക്കുമോളെ. വാങ്ങിക്കുമോളെ. ഇവിടെ വെക്കുമോളെ. ഇവൾക്ക് ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരില്ല. നന്ദനേ, നന്ദനേ. നന്ദനയ്ക്ക് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. നമ്മള് പെണ്ണുങ്ങളുടെ സാമ്രാജ്യമല്ലേ ചേച്ചി അടുക്കള. ചേച്ചിയോ? നമ്മൾ തമ്മിൽ അധികം പ്രായവ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഒരു ബഹുമാനത്തിന് ചേച്ചിന്ന് വിളിച്ചത്. കാർത്തികേയനെ പ്രതിഭാന്ന് വിളിച്ചാ മതി, എനിക്കതാ ഇഷ്ടം. ദേ നന്ദന ഇവിടെ വന്നേ. ഇത് കണ്ടോ, ദേ പശുവൊക്കെ ഉണ്ട് ഇവിടെ. നേരത്തെ 2-3 ഉണ്ടായിരുന്നതാ. എല്ലാത്തിനും കൂടെ നോക്കാൻ എനിക്ക് ഇവിടുന്ന സമയം. അങ്ങനെ 2 വിറ്റു. അതിനെന്താ, ഇതെല്ലാം നോക്കി നടത്താൻ ആളെ കിട്ടിയില്ലേ. വീട് നോക്കി നടത്തുന്ന കാര്യത്തില് നന്ദനെ കഴിഞ്ഞുള്ളൂ മറ്റാരും, അല്ലേ നന്ദനെ? വീടായാലേ ഒരു തൊഴുത്തും പശു ഒക്കെ വേണം. അതിന്റെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാ. ഇതൊക്കെ നന്ദനയുടെ ഭാഗ്യാന്ന് ഞാൻ പറയൂ. എന്താ? പശുവും കിടാവും ഒക്കെ മിക്ക വീട്ടിലും കാണും. അത് വലിയ ഭാഗ്യമൊന്നുമല്ല. നമ്മള് പെണ്ണുങ്ങളാ എന്തിനു മറച്ചു വെക്കുന്നത്? ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി ഒരു മധ്യവയസ്കനെ കല്യാണം കഴിച്ചത് ഭാഗ്യാണെന്നൊന്നും ഞാൻ പറയില്ല. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് പ്രതിഭ പറ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്ന എന്തിനാ കാർത്തികേ? ശരീരത്തിന്റെ പ്രായമല്ല, മനസ്സിന്റെ പ്രായമാ പ്രധാനം.
അങ്ങനെ നോക്കുമ്പോ ഉദയേട്ടൻ അല്ല ഉദയൻ ചെറുപ്പാന്ന് ഞാൻ പറയൂ. ആ, മനസ്സിന്റെ ആ ചെറുപ്പം കൊണ്ടാ പല പ്രശ്നങ്ങളുണ്ടായതും. പ്രശ്നങ്ങളോ? അതെന്താ കാർത്തികേ? ഏയ് ഒന്നുമില്ല. അതല്ല, കാർത്തിക എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. പറയാവുന്നതാണെങ്കിൽ പറയും. ഓ, മനസ്സിൽ കള്ളം ചതിയും വെച്ചോണ്ടിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാനത് പഠിച്ചിട്ടുമില്ല. നിങ്ങളായതുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ ഞാനത് പറഞ്ഞോന്ന് മറ്റാരും അറിയാൻ പാടില്ല കേട്ടോ. ഒരിക്കലും ഇല്ലെന്നേ. ആ, ഭാര്യ എന്ന നിലയ്ക്ക് നന്ദന ചിലതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ പ്രതിഭേ. കാർത്തിക, കാര്യം എന്താന്ന് വെച്ചാ പറയ്. ഇത്രയും നാളും ഉദയേട്ടൻ കല്യാണം കഴിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കലാകാരനല്ലേ? രാപ്പകൽ നാടകവും കൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ കല്യാണത്തിന്റെ കാര്യം മറന്നുപോയി കാണും. ഓ, പിന്നെ കലാകാരന്മാരെല്ലാം കല്യാണം കഴിക്കാതിരിക്കല്ലേ? ഇതൊന്നുമല്ല. പിന്നെ കല്യാണം കഴിച്ചാൽ ഒരു പെണ്ണിനെ അല്ലേ ഭാര്യയായിട്ട് കൂടെ കൊണ്ടു നടക്കാൻ പറ്റൂ. എന്നിട്ട് നാടകമൊന്നും പറഞ്ഞ് നടന്ന ഇഷ്ടം പോലെ നായികമാരെ കൂടെ കൊണ്ട് നടക്കാമല്ലോ. ഉദയന്റെ കാര്യമാണോ കാർത്തികയെ പറയുന്നത്? വിശ്വസിക്കാൻ വയ്യല്ലേ? ഞാനും ആദ്യം ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പിന്നെ പിന്നെ എനിക്കും പിടികിട്ടി. നാടക റിഹേഴ്സൽ എന്നും പറഞ്ഞ് പോയാലൊരു പോക്ക. എപ്പോഴെങ്കിലും വന്നാ വന്നു. പല നടിമാരെയും കുറിച്ചുള്ള കഥകൾ കേട്ട് എന്റെ കാത് തഴമ്പിച്ചു പ്രതിഭേ. വെറുതെ ആളുകൾ അപവാദം പറയുന്നതായിരിക്കുന്നേ. അല്ലെന്ന്, ഉദയേട്ടൻ എവിടെയെന്നും ചോദിച്ചോണ്ട് ചില അഴിഞ്ഞാട്ടക്കാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. സത്യം? ആ, വസുന്ധരാമായിക്ക് ഈ കഥകളൊക്കെ അറിയാമോ? പിന്നല്ലാതെ. എന്നാ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാട്ടെ. ഏഹേ, എന്റെ ഉദയനോ? അവൻ അത്തരക്കാരനല്ലാന്നേ അമ്മ പറയൂ. ആ, പെറ്റതള്ളയല്ലേ, അങ്ങനല്ലേ പറയാൻ പറ്റൂ. ശകലം തീയുണ്ടെങ്കിൽ മുട്ടും പുകയുണ്ടാക്കാൻ ആൾക്കാരും മിടുക്കരാണല്ലോ. ഉദയേട്ടന്റെ കാര്യത്തിൽ തീ ശകലമല്ല, ആള് കത്തിയിട്ടുണ്ട്. സഹി കെട്ടിട്ടാ അമ്മ പുത്രനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്. നന്ദൻ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ഒക്കെ മാറും. അല്ലെങ്കിൽ മോള് മാറ്റിയെടുക്കണം. കാർത്തിക നോക്കിക്കോ, ഉദയന്റെ സ്വഭാവം നമ്മുടെ നന്ദനെ മാറ്റിയെടുക്കും. അതിനൊക്കെ മിടുക്കിയായി കുട്ടി. നമ്മൾ വിവരമൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ. ഏയ് ഇല്ലെന്നേ. ആ, എന്നാ വാ, മുള്ളത്തെ മുറിയൊക്കെ കാണണ്ടേ? വാ വാ. കേറി വാ നന്ദനെ. ഇവിടെ 2 റൂംസ് ആണോ? വർക്ക് ഏരിയ പോലൊരു ഭാഗം കൂടിയുണ്ട്. ആ, ഇതെന്താ ഇങ്ങനെ? ആ, ഉദയേട്ടന്റെ ഓരോരോ പരിപാടികളാ. ഞങ്ങള് മുകളിലേക്കൊന്നും വരാറില്ല. നാടകമോ റിഹേഴ്സലോ എന്താണെന്ന് ആർക്കറിയാം. ആ നന്ദനി, അതാ ബെഡ്റൂം. നിങ്ങളുടെ മണിയറ. നന്ദനിക്കത് ആദ്യത്തെ മണിയറയായിരിക്കും അല്ലേ? ആയിരിക്കുന്നോ? അതെന്താ കാർത്തിക അങ്ങനെ പറഞ്ഞത്? ഒരു ഭംഗിവാക്കായി പറഞ്ഞു പോയതാ. ഇങ്ങനത്തെ 100 കണക്കിന് മണിയറയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആളാ ഉദയേട്ടൻ. ഹോട്ടൽ മുറിയും ലോഡ്ജും റിഹേഴ്സൽ ക്യാമ്പും ഒക്കെ ആണെങ്കിലും അതിനെയും മണിയറാന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ഈ മണിയറയെ ഹോട്ടൽ മുറിന്ന് വിളിക്കാം. ഉദയേട്ടൻ എങ്ങനെയായാലും പ്രശ്നമില്ല. കാർത്തിക ഇതിൽ അതിശോക്തി പറയുന്നതാ. പ്രതിഭ അങ്ങനെ വിശ്വസിച്ചോളൂ. ഉദയനെ പറ്റി നന്ദനിക്കൊരു ധാരണയുണ്ടാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. കാർത്തികയുടെ ഹസ്ബൻഡ് എങ്ങനെയാ? മൂത്തയാളുടെ സ്വഭാവം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ആഹാ, അന്യ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കില്ല ഏതിയേട്ടൻ. നോക്കാൻ ഞാനൊട്ട് സമ്മതിക്കയില്ല. ചേട്ടനേക്കാൾ കാണാൻ സ്മാർട്ടാണെങ്കിലും അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല കേട്ടോ. ആ, എന്നാ അപ്പുറത്തെ മുറി കാണാം വാ. കാർത്തികയല്ല ഇത്തിരി കൂടുതലായിട്ട് പറയുന്നേ ഉള്ളൂ. എന്നാലും ഉദയന്റെ കാര്യത്തിൽ നന്ദനെ ഒരിത്തിരി ശ്രദ്ധിക്കുന്നത് നല്ലതാ. നന്ദനെ വാ. ആ വാ വാ. ചുറ്റുപാടും ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും നല്ല കാറ്റായിരിക്കും അല്ലേ? കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ മുറ്റം നിറയെ കരിയില വീണ് കിടക്കുന്നത് അടിച്ചുവാരി കളയണ്ടേ? ഓ, 2 പേരുടെ പണിയാ പ്രതിഭേ. മുറ്റൊടിക്കാനും മറ്റും ആളില്ലേ?
ജോലിക്കാരിയൊക്കെ ഉണ്ട്, എങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചെങ്കിലേ എരിയേട്ടൻ്റെ അമ്മയ്ക്ക് തൃപ്തി വരൂ. അത് ശരിയാ. ജോലിക്കാരി എത്ര പണി ചെയ്താലും നമ്മുടെ കൈ ചെന്നാലേ വീട് വൃത്തിയാവുള്ളൂ. അയ്യോ, ഇത് അതുകൊണ്ടൊന്നുമല്ല. അംബിക ആത്മാർത്ഥതയുള്ള പണിക്കാരിയെ. പക്ഷെ അമ്മയ്ക്ക് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിക്കണം, അതാ കാര്യം. ഏയ്, വസുന്ധരമ്മായി കണ്ട അങ്ങനെ ഒരു അമ്മായിയമ്മായി തോന്നില്ല. സ്നേഹമുള്ള ഒരു അമ്മയുടെ ലുക്കൊക്കെ ഉണ്ട്. സ്നേഹമുള്ള അമ്മ തന്നെയാ, പക്ഷെ അത് മക്കളോടാ. മരുമക്കളോട് ഉദയേട്ടന്റെ അമ്മയ്ക്ക് മറ്റൊരു സ്വഭാവമാ. അമ്മായിയമ്മ എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയെ കണ്ടുപിടിക്കണം. അത്രയ്ക്ക് കുഴപ്പമാണോ? കഠിന തടവ്, ജീവപര്യന്തം എന്നൊക്കെ ഒരു ജയിൽ ശിക്ഷയെ പറ്റി കേട്ടിട്ടില്ലേ? അത് കുറെ കൂടി ഭേദമായിരിക്കും. നന്ദനയ്ക്ക് ഇന്നൊരു ദിവസം ഒഴിവ് കിട്ടിയേക്കും. കല്യാണ ദിവസമല്ലേ, നാളെ മുതൽ തുടങ്ങും കൽപ്പനകളും അനുസരിപ്പിക്കലും ഒക്കെ. സത്യമാണോ കാർത്തികേ? ആ, എന്നോട് അങ്ങനെയായിരുന്നു. ഇനി നന്ദനയോട് എങ്ങനെയാന്നറിയില്ല. മൂത്ത മരുമോളല്ലേ, വരട്ടെ, കണ്ടറിയാം. എന്റെ മുഴുവൻ സപ്പോർട്ട് നന്ദനയ്ക്കുണ്ട് കേട്ടോ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നാരങ്ങയുള്ള കുടിക്ക്. ആദ്യം ഉദയന് കൊടുക്കമ്മായി. ഇന്നത്തെ ഇവിടുത്തെ സൂപ്പർ താരായി നിൽക്കണത്. ഉദയ, എനിക്കിപ്പോ വെള്ളമൊന്നും വേണ്ട. ഇവൻ എല്ലാത്തിനും പ്രത്യേക ചിട്ടകളാ. ആ ചിട്ടകളൊക്കെ മാറാൻ പോവല്ലേ? മാറിക്കഴിഞ്ഞു പറ വെല്ലുളിയ. കേട്ടോ രഘുനാഥ, ഞാൻ ഈ വീട്ടിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഉദയൻ മുകളിലത്തെ റൂമിലായിരിക്കും. വാതിലടച്ചിരുന്നേ വായന, ചിന്ത, വിചിന്തനം, ഗവേഷണം, പരിവേഷണം എന്ന് വേണ്ട വേറൊരു ലോകത്തായിരിക്കും കക്ഷി. ആ ഉദയനാ ഇപ്പൊ ഒരു കുടുംബയോഗത്തിൽ പങ്കുകൊള്ളുന്നത്. അതാ ഞാൻ പറഞ്ഞു തളിയാ മാറിക്കഴിഞ്ഞൂന്ന്. തുറന്നു പറയാലോ, ഏറെക്കാലത്തിന് ശേഷം ഇന്നാ ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചത്. ഇത്രയും ഭംഗിയായി ഉദയന്റെ കല്യാണം നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതിന് കാരണം പ്രതാപേട്ടനാണ്. നിഷേധിക്കുന്നില്ല ഞാൻ. എന്നാൽ അതിനുമുണ്ട് കാരണങ്ങൾ. ഈ കോവിലകത്തിനോട്, പ്രത്യേകിച്ചും എന്റെ അമ്മായിയോട്, സർവോപരി ഉദയനോടുള്ള പ്രതിബദ്ധത. അങ്ങനെയാ ഞാൻ ഈ പ്രപ്പോസലിനെ കുറിച്ച് ചിന്തിച്ചത്. അല്ല, യതീന്ദ്രൻ എന്താ മാറി നിൽക്കുന്നത്? ഹേയ്, നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്ക. അതൊന്നല്ല, സന്തോഷം കൊണ്ട് ഈ മനസ്സങ്ങോട്ട് നിറഞ്ഞു നിൽക്കുക. ചേടത്തിയമ്മയായിട്ട് ഒരു ഐശ്വര്യ ദേവതയല്ലേ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഉദയന്നൂരിലെ പെൺകുട്ടിയെ ഞങ്ങൾ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ കുട്ടിക്ക് ഒരു വിഷമം ഇവിടുന്ന് ഉണ്ടാവരുത്. ഉണ്ടാവില്ലെന്നറിയാം, എങ്കിലും ഒരപേക്ഷയാണ്. എന്താ രഘു ഈ പറയുന്നത്? നന്ദന അവൾ എന്റെ സ്വന്തം മോളായിരിക്കും. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. എനിക്കുണ്ടല്ലോ ഉത്തരവാദിത്വം. എന്റെ വിദ്യാഭാരതിയുടെ മോളാ നന്ദന. ഉദയനൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ പറയടോ. നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ ചേട്ടാ, പിന്നെ ഞാനെന്ത് പറയാനാ? ചേട്ടനോ? അതെ, ഇന്നലെ വരെ. ഇപ്പോഴേ അമ്മാവനാ, വലിയമ്മാവനും ചെറിയമ്മാവനും. ഇതാപ്പ നന്നായത്. ചെക്കന്റെ ഒരു കാര്യം. ഇതവന്റെ ഒരു പ്രകൃത കേട്ടോ. അധികം വർത്താനം ഒന്നുമില്ല. ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിക്കാൻ മടിയുവാ. മറച്ചു വെച്ചിരിക്കുന്ന ആ സ്നേഹമില്ലേ, മെല്ലെ മെല്ലെ കൊത്തി കൊത്തി പുറത്തു കൊണ്ടുവരും നന്ദന. ഉദയന്റെ സ്വഭാവത്തിലെ സമൂലമായ മാറ്റം വരാൻ പോവുകയാണ് അമ്മായി. അല്ലേ വലിയ? എക്സാക്ട്ലി. എന്റെ ഭഗവാൻ.
വീടെല്ലാം നടന്നു കണ്ടോ? എങ്ങനുണ്ട് കാർത്തിക? പ്രതിഭമ്മയ്ക്ക് ചേരും. ഉദയന്റെ അമ്മ പാവാണെന്ന് തോന്നുന്നു. അമ്മ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാലും നിനക്കിങ്ങനൊരു ഗതി വന്നല്ലോ മോളെ. നിന്റെ കണ്ണെന്ന് നിറയെ കൂടി ചെയ്തില്ല. അത് കാണുമ്പോഴേ എനിക്ക് ഭയം. അത് സാരമില്ലമ്മ, ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റും. സഹിക്കാതെ നിവൃത്തിയില്ലല്ലോ. അമ്മയാണെന്ന് പറഞ്ഞ് ഞാനുണ്ടായിട്ടും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതോർക്കുമ്പോഴേ വിഷമം. നടക്കാനുള്ളത് നടന്നു. ഇനി വിഷമിച്ചിട്ട് എന്തിനാ? അമ്മായി നിർബന്ധിച്ചിട്ട് കല്യാണം കഴിക്കുകയാണെന്ന് ഉദയൻ തന്നെ നമ്മളോട് പറഞ്ഞതാ. പിന്നെ അവൻ എങ്ങനെ നിന്നെ സ്നേഹിക്കും? എങ്ങനെ ഒരു നല്ല ഭർത്താവാകും? ആവരുതേന്നാ എന്റെ പ്രാർത്ഥന. ഇങ്ങോട്ട് സ്നേഹിക്കാതിരുന്നാ മതി. എനിക്കേതായാലും ഭർത്താവിന്റെ സ്ഥാനത്ത് ആ മനുഷ്യനെ സ്നേഹത്തോടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല ഒരിക്കലും. മോളെ, സത്യം ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ ഇപ്പൊ ഉദയന്റെ ഭാര്യ. ഏറ്റവും വലിയ സത്യം അതാ. ഞാൻ ആഗ്രഹിച്ച വഴിയിലല്ല ദൈവം എന്നെ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് ഇനിയുള്ള വഴികളെക്കുറിച്ചും ദൂരത്തെക്കുറിച്ചും ഞാൻ ആലോചിക്കുന്നില്ല. എല്ലാം വരും പോലെ വരട്ടെ. അമ്മ വിഷമിക്കണ്ട. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകും. ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും മോളെ. ഈശ്വരൻ ഒരാളെ എന്നും ഒരേപോലെ വിഷമിപ്പിക്കൂ. ഉദയൻ എന്തായാലും കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം നീ. ആ, തീർച്ചയായിട്ടും വിളിക്കും. അതെ, ഒരു കോളുണ്ട്. ആ, സംശയിക്കണ്ട, നിനക്ക് തന്നെയാ. ആ, പിടിച്ചേ, സംസാരിക്കേ. ഹലോ നന്ദന, ഞാൻ രഞ്ജിത്ത, ഹരിയുടെ ഫ്രണ്ട്. ഞങ്ങളെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടു. ഹരി വീട്ടിലേക്ക് പോയി. നന്ദന കേൾക്കുന്നുണ്ടോ? അവൻ വല്ലാത്തൊരവസ്ഥയിലാ. എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല. പിടിച്ചു നിന്നല്ലേ പറ്റൂ, അല്ലാതെ എന്ത് ചെയ്യാൻ? അപ്പം കേസിന്റെ കാര്യം? കേസൊന്നുമില്ല. അപ്പോഴേ താങ്ക്സ് ഉണ്ട് ചങ്ങായി. പന്തം കണ്ട പെരിച്ചാഴിമാരി നിൽക്കണ്ട. ഹരിപ്രസാദിനെ നിരുപാധികം വിട്ടയച്ചു. ചെക്കൻ പോയി വേറെ പെണ്ണ് കെട്ടി ജീവിക്കട്ടെ. അല്ലെങ്കിലേ താടി കുറേയും കൂടി വളർത്തി അങ്ങോട്ട് നടക്കട്ടെ. ഇപ്പൊ ബോധ്യല്ലേ നിനക്ക്? പ്രതാപവർമ്മ വാക്ക് പറഞ്ഞ വാക്കാ പാലിച്ചിരിക്കും. നീയും വാക്ക് പാലിച്ചു. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടാ. അപ്പൊ വിദ്യ, നമുക്ക് പോണ്ടേ? മോളെയും മരുമകനെയും കാണാൻ എപ്പോ വേണമെങ്കിലും വരാലോ. വാ വാ വാ, പോവാ പോവാ. ആ, രഘുവേട്ടാ, ഇത് മറ്റേ നമ്പറാണല്ലോ. ഏത് നമ്പർ? ഹരിപ്രസാദിന്റെ. അല്ല, അവന്റെ സൂക്കേട് ഇതുവരെ മാറിയില്ലേ? എടുക്കണോ? എടുക്ക്, എന്താണെന്ന് അറിയാലോ. ഹലോ, ഇത് നന്ദനയുടെ കോണ്ടാക്ട് നമ്പർ അല്ലേ? ആയിരുന്നു.
ഇപ്പൊ അല്ല. ആരാ വിളിക്കുന്നേന്ന് മനസ്സിലായില്ലല്ലോ. എനിക്ക് നന്ദനയോടൊന്ന് സംസാരിക്കണമായിരുന്നു. നന്ദന ഇപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാണല്ലോ. അറിഞ്ഞില്ലേ? ഇന്ന് നന്ദനയുടെ കല്യാണമായിരുന്നു.